വാർത്തകൾ വിശദമായി. തൃശൂർ ഡിസിസി പ്രസിഡന്റിനെതിരെ പ്രതിഷേധം, നാടകീയ രംഗങ്ങൾ. തൃശൂർ ഡിസിസി പ്രസിഡന്റ് നിയമിച്ച മണ്ഡലം പ്രസിഡന്റിനെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് മറ്റത്തൂർ കോൺഗ്രസ് പ്രവർത്തകർ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെതിരെ പ്രതിഷേധിച്ചു. ഡിസിസി ഓഫീസിലെത്തി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധം തള്ളി അഡ്വക്കേറ്റ് ടാജറ്റ്. പ്രതിഷേധിച്ചവർ കോൺഗ്രസ് പ്രവർത്തകരല്ലെന്നും ടാജറ്റ്. എങ്ങനെ ഈ ഓഫീസിൽ വെച്ചത് ഇത് ഞങ്ങളുടെ ഓഫീസാണ്, ഞങ്ങളുടെ ഓഫീസാണ്, ഞങ്ങളുടെ ഓഫീസാണ്, ഞങ്ങളുടെ ഓഫീസാണ്, ഞങ്ങളുടെ ഓഫീസാണ്, ഞങ്ങളുടെ ഓഫീസാണ്, ഞങ്ങളുടെ ഓഫീസാണ്. മറ്റത്തൂരിലെ സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് തൃശൂർ ഡിസിസി ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മണ്ഡലത്തിൽ നിയമിച്ച പുതിയ മണ്ഡലം പ്രസിഡന്റ് ഹസൻ വില്ലത്തിനെ അംഗീകരിക്കില്ലെന്നാണ് മറ്റത്തൂരിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഈ തെറ്റായ നടപടി ഇവിടെ KPCCയുടെ ഉന്നതാധികാര സമിതി ഇവിടെ ഏതെങ്കിലും മണ്ഡലം പ്രസിഡന്റ് വെക്കാമെങ്കിൽ കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടുത്തെ KPCC സെക്രട്ടറിമാരെ വിളിച്ചിരുന്നു, അവരാരും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ DCC ഭാരവാഹികൾ ചോദിച്ചപ്പോൾ അവരും അറിയാതെയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. നമ്മുടെ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് രാജിവെച്ചിരുന്നു. പിന്നീട് നമ്മൾ നിന്ന ആൾക്കാർ അവർ തന്നെയാണ് ജയിച്ചത്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റും, തിരിച്ചെടുത്തില്ല. ടോസിലൂടെ അവിടെ നമുക്ക് ആര് പിന്തുണ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവർ സ്വതന്ത്രരായി നിൽക്കുകയാണ്. 15 വർഷത്തോളം പാർട്ടിയിൽ സജീവമല്ലാത്ത ഹസൻ വില്ലത്ത് DCC പ്രസിഡന്റിന്റെ വക്താവാണെന്നും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലെന്നും പ്രവർത്തകർ പറയുന്നു. എല്ലാ പഞ്ചായത്ത് ഇലക്ഷനുകളിലും പാർട്ടിക്ക് എതിരെ, പാർട്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റായിട്ട് ഇവിടെ അവരോധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിയോഗിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് അതിയായ പ്രതിഷേധമുണ്ട്. DCC പ്രസിഡന്റ് അന്ന് 24 സ്ഥാനാർത്ഥികളിൽ 3 പേരെ ഇവിടുന്ന് നിയോഗിച്ചു വിടുകയും അവിടെ ചിഹ്നം കൊടുത്ത് അവിടെ മത്സരിപ്പിക്കാൻ നിർത്തുകയും അങ്ങനെ ചെയ്തതുകൊണ്ടാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതും ഇപ്പോഴും അതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. DCC പ്രസിഡന്റിന്റെ തീരുമാനം തെറ്റാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസ് ഉപരോധിച്ചത്. പ്രതിഷേധ സമയത്ത് DCC പ്രസിഡന്റ് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. DCC ഓഫീസ് മാനേജറുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ഈസ്റ്റ് പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസിന്റെ ഇടപെടൽ നേരിയ സംഘർഷത്തിനും ഇടയാക്കി. സ്ത്രീകളടക്കമുള്ള 15ഓളം കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതായും തൃശൂർ ഈസ്റ്റ് പോലീസ് അറിയിച്ചു. DCC ഓഫീസിലെ പ്രതിഷേധം 1ാം ഘട്ടം മാത്രമാണെന്നും ഉചിതമായ നടപടിയെടുത്തില്ലെങ്കിൽ മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഒത്തുകൂടി തിരുവനന്തപുരം KPCC ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധത്തിനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു.